കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ടി പി ചന്ദ്രശേഖരൻ അടങ്ങുന്ന നിരവധി ആളുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ മിക്കവാറും അവർ വിട്ടുകഴിഞ്ഞു. അല്പം ഹിന്ദുക്കൾ മാത്രമേ എന്ത് ബാക്കിയുള്ളത്. അവരോട് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകദേശം ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ ലോകത്ത് നിന്ന് തന്നെ നാമവിശേഷമാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് പിണറായി വിജയൻ. ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ? ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാവാൻ സാധ്യമല്ല. 1925 കാൺപൂരിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കാൺപൂർ അടങ്ങുന്ന ഉത്തർപ്രദേശില് ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല. ഹിറ്റ്ലർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയിട്ടുള്ള ആള് സ്റ്റാലിനോട് പോയി, മാവോസേത്തുങ്ങോട് പോയി, പോൾപോട്ടോട് പോയി, അല്ലെങ്കിൽ ഇയാള് ചെഗുവേരയോട് പോയി. ചെഗുവേര എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ കച്ചവടക്കാരനാ. ഈ പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്തത് സദാനന്ദൻ മാഷാണ്. ഏറ്റവും അനുയോജ്യനായ ആളിലേക്ക് തന്നെയാണ് അങ്ങ് ഈ പുസ്തകം കൊടുത്തത്. അവസാനം പ്രകാശ്കാരായിട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വൃന്ദാക്കാരറ്റിനെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തിട്ടുണ്ട്. ഒരു 30 വയസ്സിന് മുമ്പായിട്ട് കമ്മ്യൂണിസ്റ്റ് ആവാൻ തോന്നുന്നതിന് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. പക്ഷെ അതിനുശേഷമായി കഴിഞ്ഞാൽ ഭ്രാന്തന്റെ ലക്ഷണം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ വീടുകളിൽ കയറിയിട്ട് ഒളിസേവ നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് EMS തിരിച്ചറിയാം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്ലച്ച് പിടിച്ചു, വസ്തുതയാണത്. ബംഗാളിൽ ക്ലച്ച് പിടിച്ചു, ത്രിപുരയെ പിടിച്ചു. എന്താ ഉത്തർപ്രദേശ് പിടിക്കാഞ്ഞേ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിച്ചത് എവിടെയാ? 1925 കാൺപൂരിലാണ് ആരംഭിക്കുന്നത്. 1925 കാൺപൂരിൽ ആരംഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ന് കാൺപൂർ അടങ്ങുന്ന ഉത്തർപ്രദേശിൽ ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല, ഒരു കൗൺസിലർ ഇല്ല, ഒരു MLA ഇല്ല. MP യുടെ കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയുള്ള നിലയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ തരം ദൂഷ്യ വശങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഉത്തരഭാരതത്തിൽ നമ്മൾ പറയുന്ന ഉത്തരഭാരതത്തിലുള്ള വിദ്യാഭ്യാസം കുറഞ്ഞ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഇവരെന്തിനാണ് വാലുവെക്കുന്നതെന്ന് തിരിച്ചറിയാനുള്ള ശക്തി ഈ പറയുന്ന ഉത്തരഭാരതത്തിൽ അക്ഷരാഭ്യാസം കുറഞ്ഞ ആളുകളെ സംബന്ധിച്ച്, അക്ഷരാഭ്യാസം കുറഞ്ഞ നമ്മൾ പറയുന്ന വാക്കാണ് കേട്ടോ, അവർ പറയുന്നതല്ല, അവർക്ക് അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചു ഉത്തർപ്രദേശ്, ബീഹാർ, ബോംബെ, ബംഗാള്, ത്രിപുര, കേരളം, തമിഴ്നാട്, ആന്ധ്ര, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിച്ചു കയറാമെന്ന് വിചാരിച്ചത്. അടിച്ചു കയറിയില്ല എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസ്ഥിവാരം പോലും തൊടത്തക്ക രീതിയിൽ ഈ പറയുന്ന പ്രസ്ഥാനത്തെ അധപ്പതിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലെ സർവ്വസാധാരണക്കാരന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നുള്ളവരും തിരിച്ചറിയാം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ഈ പുസ്തകത്തിനകത്ത് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായ രീതിയിൽ പുസ്തകത്തിന്റെ പ്രകാശനം ചെയ്തത് സദാനന്ദൻ മാഷാണ്. എനിക്ക് തോന്നുന്നു അത് വലിയൊരു ഏറ്റവും അനുയോജ്യനായ ആളിലേക്ക് തന്നെയാണ് അങ്ങ് ഈ പുസ്തകം കൊടുത്തത്. കാരണം സദാനന്ദ മാഷിന്റെ ജീവിതം തന്നെ നമുക്കിപ്പോഴും ഈ വധയന്ത്രം ഉരുളുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. കാരണം സദാനന്ദ മാഷ് ഇതിന്റെ തിക്താനുഭവങ്ങള്, അനുഭവത്തിൽ ജീവിതാനുഭവങ്ങളിൽ പേറിയിട്ടുള്ളൊരു മഹാവ്യക്തിത്വമാണ്. അദ്ദേഹം അന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പടമെടുക്കാൻ നിൽക്കുന്നവരുടെ കൂടെ 2 കാലുകളും നഷ്ടപ്പെട്ടുള്ള സദാനന്ദ മാഷ് പ്രയാസമാണ് 5 മിനിറ്റ് നിൽക്കൽ. ഇന്ന് നിൽക്കാൻ സാധ്യമല്ല. ഈ 2 കാലുകളും പിഴുതു മാറ്റിയത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഞാൻ ഒന്നും കൂടി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് RSSകാരെ വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ചേ കോൺഗ്രസ്സുകാരെ കൊലപ്പെടുത്തിയിട്ടുള്ളൂ, ഇതര പ്രസ്ഥാനക്കാരെ കുറച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ടി പി ചന്ദ്രശേഖരൻ അടങ്ങുന്ന നിരവധി ആളുകൾ, പിന്നെ അവർ കൊലപ്പെടുത്താൻ തീരുമാനിച്ച ആളുകൾ, ചാത്തുണ്ണി മാഷ്, രാഘവൻ അടങ്ങുന്ന നിരവധി ആളുകൾ അവർ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ പുന്നപ്ര വയലാർ സമരമടക്കം, ഞാൻ അടുത്തൊരു പുസ്തകം വരാൻ പോകുന്നതാണ്. പുന്നപ്ര വയലാറിലടക്കം അവർ കൊലയ്ക്ക് കൊടുത്താണ് ഒരു പലരെയും, കുന്തക്കാരൻ പത്രോസിനെ വരെ. പക്ഷെ അവരെ എത്രത്തോളം ആഘോഷിക്കുന്നുണ്ട് ഈ രക്തസാക്ഷികൾ. നമ്മൾ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, രക്തസാക്ഷികളെ ഉണ്ടാക്കി അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് എന്ന്. പക്ഷെ നമ്മൾ അതിനെ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് അതൊരു വലിയ സത്യമാണ് എന്നുള്ളതല്ലേ? അതിന് അവർ ചില നറേഷൻസ് കൊണ്ടുവരാറുണ്ട്. ഈ നറേഷൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ ആഖ്യാനങ്ങൾ എന്നുള്ള പദപ്രയോഗം നടത്തും. അത് വരുന്നത് പലപ്പോഴും ഒരു കളവ് വലിയ പ്രചരണം നടത്തും. ഹിറ്റ്ലർ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊലപ്പെടുത്തിയിട്ടുള്ള ആള് സ്റ്റാലിനോട് പോയി, മാവോസേത്തുങ്ങോട് പോയി, പോൾപോട്ടോട് പോയി, അല്ലെങ്കിൽ ഇയാള് ചെഗുവേരയോട് പോയി. ചെഗുവേര എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ കച്ചവടക്കാരനാ ചെഗുവേര. ഈ പറയുന്ന ആളുകളുടെ ചരിത്രമൊക്കെ അവരുടെ ഡയറിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, മയക്കുമരുന്നിന്റെ കച്ചവടത്തെക്കുറിച്ചൊക്കെ. ഈ പറയുന്ന ആളുകളെയൊക്കെ മഹാന്മാരായിട്ട് ചിത്രീകരിച്ച് കേരളത്തിലെ ചെറുപ്പക്കാരായിരിക്കുന്ന DYFIക്കാരുടെ സമ്മേളനത്തിലടക്കം ആ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച്
ഒരു മനോഹരമായിട്ടുള്ള പുസ്തകം എഴുതിയത് ദ എമിനന്റ് ഹിസ്റ്റോറിയൻസ് ദെയർ ടെക്നിക് ദെയർ ഫ്രോഡ് ദെയർ ലൈൻ എന്ന് പറയുന്നൊരു പുസ്തകം 1983 അരുൺ ഷൗരി എഴുതിയിട്ടുണ്ട്. അതിനകത്ത് തിരുവനന്തപുരത്തുകാരനായിരിക്കുന്ന KN പണിക്കർ അടക്കമുള്ള ആളുകൾ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെ പോലും പറ്റിച്ചതിൻ്റെ ചരിത്രം കൃത്യമായിട്ട് അതിനകത്ത് അരുൺ ഷൗരി വിശദീകരിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് പോലും കൊടുത്തിട്ടില്ല. KN പണിക്കർ പേരതിനകത്തുണ്ട്. പണം വാങ്ങിച്ചിട്ട് ചരിത്രം എഴുതാത്ത ആള്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെന്ന് കേസ് കൊടുക്കേണ്ട ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ചരിത്രങ്ങൾ നിരവധി നമ്മുടെ നാട്ടിലുണ്ട്. കളവായിട്ടുള്ള ചരിത്രങ്ങൾ ആളുകളെ പറഞ്ഞ് പഠിപ്പിച്ച് അത് സ്ഥാപിച്ച് അതാണ് ശരിയെന്ന് വിശ്വസിപ്പിക്കുന്നൊരു സ്വഭാവം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനതായിട്ടുള്ള ശൈലിയാണ്. അതിനവർ പല മാർഗങ്ങൾ സ്വീകരിക്കും, ഭീഷണി സ്വീകരിക്കും, എഴുത്തുകാരാകുമ്പോൾ അവർക്ക് നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുക്കും, മറ്റുള്ളവരെയൊക്കെ അവർ സാധാരണ ജനങ്ങളെ അവർ ഭീഷണിപ്പെടുത്തും, മറ്റവരിന്ന് കൂട്ടായിട്ടുള്ള പ്രസ്താവന ഇറക്കും. അതൊന്നും കൂടി നമ്മൾ പറഞ്ഞാൽ പഴയ കാലത്തൊരു കൂട്ടപ്രസ്ഥാനമുണ്ട്, സാംസ്കാരിക നായകന്മാർ. തിരുവനന്തപുരത്തേക്കുള്ള ചില സാംസ്കാരിക നായകന്മാരുണ്ട്, ഇവരൊക്കെ കൂട്ടപ്രസ്താവന ഇറക്കുന്നവരായിരുന്നു. ഈ കൂട്ടപ്രസ്താവനയുടെയൊക്കെ കേന്ദ്രം അത് ഒരൊറ്റ സെൻ്ററാണ്. ഒന്നുകിൽ AKG സെൻറ്റർ അല്ലെങ്കിൽ ലെനിൻ സെൻറ്റർ. അവിടെയുള്ള സോക്കോൾഡ് ഇൻ്റലക്ച്വൽ എന്ന് പറയുന്ന ആൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന പ്രസ്താവനയ്ക്കകത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന M മുകുന്ദനും സേതുവും അഴീക്കോട് സാറും അടക്കമുള്ള എല്ലാ എഴുത്തുകാരും അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇവരാരും തയ്യാറാക്കിയിരിക്കുന്ന പ്രസ്താവനകളല്ല. ആ പ്രസ്താവനകൾ തയ്യാറാക്കിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാർ തയ്യാറാക്കി കൊടുക്കുന്ന പ്രസ്താവനകളിൽ ഇപ്പം തന്നെ ചിലർ പറഞ്ഞില്ല, അടുത്ത ഇനി വീണ്ടും കമ്മ്യൂണിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞാൽ ചില സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എഴുതി കൊടുത്ത പ്രസ്താവനയാണ്. അങ്ങനെ എഴുതി കൊടുത്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കുന്ന ചില സാഹിത്യകാരന്മാരെ കൂടി കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് കേരളത്തിന്റെ ആഖ്യാന രീതിയുടെ സവിശേഷത. ശരിക്കും നമ്മൾ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അധിഷ്ഠിതമായി വരുന്ന സിനിമകളിൽ വിജയിക്കുന്ന സിനിമകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളായിരിക്കും. അതല്ലെങ്കിൽ പാട്ടുകൾ എടുക്കുകയാണെങ്കിലും വലിയ രീതിയിൽ മറ്റു പാർട്ടികളിലുള്ളവർക്ക് പോലും വലിയ രീതിയിൽ എന്താ പറയുക ഒരു രക്തത്തിളപ്പ് തരുന്ന ഗാനങ്ങൾ പുറത്തുവിടാൻ CPM പാർട്ടിക്ക് സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് സാധിക്കാൻ. അങ്ങ് പറഞ്ഞതുപോലെ എഴുത്തുകളിലാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു ആവേശം അണികളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഇടതുപക്ഷം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഒരു കാലഘട്ടത്തിലെ മാധ്യമപ്രവർത്തകരെ എടുക്കുകയാണെങ്കിൽ ഇവരെല്ലാം ഇടതാശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവരാണ്. ഇതെല്ലാം ഒരു കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പറ്റം മനുഷ്യരല്ലേ? അല്ല, അതിന് സംശയം. ഇതൊക്കെ ഉത്തമാംഗമേറുകാരാ. ഈ പറയുന്ന മാധ്യമപ്രവർത്തകര് പണം വാങ്ങിക്കാതെ കണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ട് എഴുതുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ പേര് എന്നോട് പറഞ്ഞാൽ മതി. സകല മാധ്യമപ്രവർത്തകരും, കേരളത്തിലടക്കമുള്ള മാധ്യമപ്രവർത്തകരെ ഇവരെ പ്രകീർത്തിക്കുന്ന ചില ചാനലുകളിലൊക്കെ വന്നിട്ട് കയ്യും കാലിട്ട് അടിക്കുന്ന ചില മാധ്യമപ്രവർത്തകരുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പണം വാങ്ങി ചെയ്യുന്നവരാണ്, സ്ഥാനമാനങ്ങൾ മോഹിച്ച് ചെയ്യുന്നവരാണ്. ഇവരാരും ചരിത്രം വായിക്കാറില്ല, ഇവരാരും പുസ്തകങ്ങൾ വായിക്കാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിക്കുന്ന ഒരു 50 പുസ്തകങ്ങൾ ഇത്തരത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ചില നറേഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്യും. ആ നറേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ സിനിമ ഇവർക്ക് അനുകൂലമായിട്ട് ഇവർ ഭരിപ്പിക്കുക. നമ്മൾ അടുത്തിടയ്ക്ക് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, വിക്രമാദിത്യൻ കണ്ട അതിൻ്റെ പേര്. നമ്മുടെ മമ്മൂട്ടിയുടെ മകനായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. അതിനകത്താണ് അള്ളയെ വിളിക്കുന്നത്. ആ അള്ളയെ വിളിക്കേണ്ട ആവശ്യം എന്താ ഉള്ളത്? ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ നറേഷൻ്റെ ഭാഗമാണോ? കാരണം കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇതാണ് കേരള സ്റ്റോറി എന്നുള്ള പ്രചരണത്തിൻ്റെ ഭാഗമാണ് ഇത്തരം ചില കലാപരിപാടികൾ. ആ കലാപരിപാടിക്ക് വശംവദരായിട്ട് നിന്നുകൊടുക്കുന്ന ചില സിനിമാ രംഗത്ത് ചില ആളുകളുണ്ട്, മാധ്യമരംഗത്ത് ചില ആളുകളുണ്ട്, സാഹിത്യരംഗത്ത് ചില ആളുകളുണ്ട്, രാഷ്ട്രീയ രംഗത്ത് ചില ആളുകളുണ്ട്. അവരെല്ലാവരെക്കുറിച്ചാണ് ഒറ്റ വാക്കിൽ സഞ്ജയൻ പറഞ്ഞത്, അല്ലെങ്കിൽ കുട്ടികൃഷ്ണമാരാര് പറഞ്ഞത്. അവരുടെയാണ് ഉത്തമാംഗം വയറാണ്. അവരുടെ ബുദ്ധിശക്തി എവിടെയും പ്രവർത്തിക്കാറില്ല. അതുകൊണ്ട് അത്തരം സിനിമകൾ എല്ലാ കാലത്തും എവിടെയും വിജയിച്ചിരുന്നു എന്നുള്ളതാണ്. സിനിമ വിജയിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമല്ല, ഒരു സംസ്കാരത്തിന്റെ ലക്ഷണവുമല്ല. ഒരു കലാപരിപാടിയായിട്ട് ചില ആളുകൾ കൊണ്ടുവരുന്നു. ഒരുപാട് ആളുകളെ അത് സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികളെ, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ, എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്ത, ഈ ആശയം, ഇപ്പം കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം എന്താണ് എന്നറിയാത്ത കുട്ടികളെ എടുത്താലും ഞാൻ സഖാവാണ് എന്ന് പറയാൻ വലിയ താല്പര്യമാണ്, അല്ലെങ്കിൽ ഞാൻ DYFIയുടെ ആളാണ്, അല്ലെങ്കിൽ SFIയിലേക്കൊക്കെ എത്തുന്ന കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടി ആശയങ്ങളിൽ ആകൃഷ്ടരായി എത്തുന്നവരല്ല. ഈ സിനിമകളിൽ കാണുന്ന ഒരു ആവേശം, ആ ഒരു ചോരത്തിളപ്പിൽ ആകൃഷ്ടരായി എത്തുന്നവരല്ലേ? അല്ല, അത് ഇപ്പൊ ശില്പ പറഞ്ഞ ഒരു സംഗതി അതിനകത്തുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ധാരാളം കവികൾക്ക്
വലിയ പണം കൊടുത്ത് അവരെ കൊണ്ട് കവിത എഴുതിക്കുന്ന കാര്യത്തിൽ ഇത്തരം സിനിമക്കാർ വലിയ വിജയം വരിക്കാറുണ്ട്. അങ്ങനെ അവരെഴുതിയിരിക്കുന്ന ചില കവിതകൾ, ആ കവിതകൾക്ക് പലപ്പോഴും എപ്പോഴും സംഗീതത്തിന് അല്ലെങ്കിൽ കവിതയ്ക്ക്, കാവ്യത്തിന് എപ്പോഴും ആളുകളെ സ്വാധീനിക്കാൻ വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ തന്നെ ഭാരതീയ സംസ്കാരത്തിലും ചരിത്രത്തിലൊക്കെ തന്നെ ഏറെ ഉള്ളത് ആദികാവ്യമായിരിക്കുന്ന രാമായണം തുടങ്ങിയിട്ട് എല്ലാ ഇത്തരത്തിലുള്ള കവിതകളും കാവ്യങ്ങളും ഒക്കെയാണ്. ഈ കാവ്യങ്ങൾക്ക് മനസ്സുകളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് പണ്ട് എബ്രഹാം ലിങ്കണാണ് പറഞ്ഞതിൻ്റെ ഓർമ്മ, ഒരു 30 വയസ്സിന് മുമ്പായിട്ട് കമ്മ്യൂണിസ്റ്റ് ആവാൻ തോന്നുന്നതിന് കുറ്റപ്പെടുത്താൻ സാധ്യമല്ല, പക്ഷെ അതിനുശേഷമായി കഴിഞ്ഞാൽ ഭ്രാന്തിൻ്റെ ലക്ഷണം എന്നാണ് അതിനെക്കുറിച്ച് പറയുക. അങ്ങനെ ഭ്രാന്തിൻ്റെ ലക്ഷണം അല്ലാതെ കണ്ട് ചില ആളുകൾ ഭ്രാന്ത് പിടിപ്പിക്കുന്നതിന് മുമ്പുണ്ടായിട്ട് ഈ തരം ചില ഇൻസ്പിറേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് ഈ തരം സോക്കോൾഡ് ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയാണ്. എനിക്ക് അവരെ വിളിക്കാവുന്ന വാക്ക് സോക്കോൾഡ് ഇൻ്റലക്ച്വൽ എന്നാണ്. ഇൻ്റലക്ച്വൽ അല്ല അവരെത്ര പുസ്തകം ഇതിനെ സംബന്ധിച്ച് വായിച്ചിട്ടുണ്ട്, ഏതെല്ലാം രേഖകൾ ഇവർ പരാമർശിച്ചിട്ടുണ്ട്. ഈ രേഖകളെല്ലാം പരാമർശിക്കുന്ന സമയത്ത് ഇവർ പറയുന്ന ഇവരെ ചില പദങ്ങൾ വച്ചിട്ട് ചില കവിതകൾ എഴുതുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് സാഹിത്യമോ ചരിത്രമോ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ അവർക്കില്ല. പക്ഷെ ആ ധാരണ ഇല്ല എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല, അത് സാധാരണക്കാരനെ സ്വാധീനിക്കാൻ പര്യാപ്തമാണ് എന്നുള്ള വസ്തുത നമ്മളും തിരിച്ചറിയേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ സർക്കാർ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. സ്ത്രീകളെ എത്രത്തോളം ചേർത്ത് പിടിച്ചുകൊണ്ട് സ്ത്രീകളെ അടിച്ചമർത്താൻ സമ്മതിക്കില്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടുള്ള ക്യാമ്പയിൻ. അങ്ങനെയാണെങ്കിൽ ശൈലജ ടീച്ചർക്കും ഗൗരിയമ്മയ്ക്കും ഒക്കെ എന്ത് സംഭവിച്ചു? ശൈലജ ടീച്ചറും ഗൗരിയമ്മയും പോട്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ സംഭവിച്ചാണല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓൾ ഇന്ത്യ കമ്മിറ്റി ഉണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ആരംഭിക്കുന്ന 1920 താഷ്കണ്ടിലാണ് ആരംഭിക്കുന്നത്. അതിനകത്ത് ഒറ്റ വനിത ഉണ്ടായിരുന്നു. ആ വനിത ആരാന്നറിയാമോ? എഡ്വിന റോയ് എന്ന അവരുടെ പേര്. അവരാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള റോയിയുടെ ഭാര്യയാണ്. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയിൽ എത്ര വനിതകളാണ് വന്നിരിക്കുന്നത്? പിന്നെ സെൻട്രൽ കമ്മിറ്റിയിൽ വന്നത് സുശീല ഗോപാലനാണ്. അതെന്താ വരാൻ കാരണം? അത് വരാൻ കാരണം AK ഗോപാലിന് ശാരീരിക അസ്വസ്ഥതകളുണ്ടായി. അപ്പോൾ ഭർത്താവിന് ശുശ്രൂഷിക്കാൻ സ്ത്രീ വേണം എന്നുള്ള തോന്നൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നു. ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊളിറ്റ് ബ്യൂറോയിൽ സ്ത്രീകളെ എടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അവസാനം പ്രകാശ് കാരാട്ട് പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്ന സമയത്ത് സ്വന്തം ഭാര്യയോട് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരുത്തണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വൃന്ദ കാരാട്ടിനെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയിലേക്ക് എടുത്തിട്ടുണ്ട്. അങ്ങനെ സുശീല ഗോപാലൻ എങ്ങനെയാണ് വന്നത്? KR ഗൗരിയമ്മയെ കുറിച്ചിട്ട് KR ഗൗരിയമ്മ വയലാറിൻ്റെ സിംഹ എന്നൊക്കെ പറയാറുണ്ട്. വയലാറിൻ്റെ സിംഹമല്ല, വയലാർ സമരത്തിൽ KR ഗൗരിയമ്മ ഉണ്ടായില്ല എന്നുള്ള വസ്തു ഗൗരിയമ്മ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗൗരിയമ്മ അതിലില്ല. 1946 ഒക്ടോബർ മാസം 27-ാം തീയതി വയലാറിൽ സമരം നടക്കുന്ന ദിവസം അവിടെ ആലപ്പുഴ ബാറിൽ കോടതിയിൽ യുവ അഭിഭാഷകയായിട്ട് ഇവർ പ്രവർത്തിക്കുന്ന കാലമാണ്. ഇവർക്ക് പങ്കില്ല. TV തോമസിന് പങ്കില്ല. TV തോമസ് അതിനകത്തില്ല. അവിടെ വച്ചിരിക്കുന്ന 14 പേരുടെ അവരുടെ മറ്റേ ആലപ്പുഴയിലെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. 14 പേരിൽ ആരെങ്കിലും ഒരാൾ, കുന്തക്കാരൻ പത്രോസിന്റെ പേര് അതിൽ വെച്ചിട്ടില്ല, ബാക്കി 13 എല്ലാവരും പേരുകൾ അതിനകത്തുണ്ട്. ഈ 14 പേരിൽ ആരെങ്കിലും ഒരാൾ VS അച്യുതാനന്ദനടക്കം പുന്നപ്ര സമരത്തിലുണ്ടായിരുന്നോ? വയലാർ സമരത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ലല്ലോ. അവിടെ പുന്നപ്രയിൽ സാധാരണ ആളുകൾ സമരത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് TV തോമസ് എന്ന് പറയുന്ന നേതാവ് അവിടെയുള്ള പുന്നപ്രയിലുള്ള റിസോർട്ടിലിരുന്നു കൊണ്ട് SP വെങ്കടേശ്വരനുമായിട്ട് കാര്യങ്ങൾ അവിടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. ആ തരം ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേപോലെ തന്നെ വയലാർ സമരം, അവിടെ ഗൗരിയമ്മയുടെ കേസ് പറഞ്ഞ മാതിരിയാ. ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയ മുദ്രാവാക്യം വിളിച്ചു, കേരന്തെങ്കിലും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും. പക്ഷേ ഭരിച്ചങ്ങടെ വന്നു കഴിഞ്ഞ സമയത്ത്, ജയിച്ചു വന്ന സമയത്ത് ഗൗരി ഔട്ട്. അതുപോലെ തന്നെ സുശീല ഗോപാലൻ, അവർ ഈ ഭർത്താവിൻ്റെ അക്കൗണ്ടിൽ പെടുത്തിയിട്ട് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായി. അപ്പോൾ വളരെ പാവപ്പെട്ട ചില കമ്മ്യൂണിസ്റ്റുകാരും ധരിച്ചു അവരിപ്പോൾ അടുത്ത മുഖ്യമന്ത്രിയാവുന്ന ധരിച്ചത്. 1996 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് അവർ മുഖ്യമന്ത്രിയായിട്ട് ഇവർ എടുത്തു കാണിച്ചു. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ സമയത്ത് ജയിച്ചു വന്നു, പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് മഹാസാത്വികനായിരിക്കുന്ന നിസ്സംഗനായിരിക്കുന്ന EK നയനാർ എന്ന് പറയുന്ന അവിടെ കണ്ണൂർക്കാരനായിട്ടിലേക്ക് ഇരിക്കുന്ന അതിബുദ്ധിമാനായിരിക്കുന്ന നേതാവ് പറഞ്ഞു, ഇനി ഞാൻ മുഖ്യമന്ത്രി ആയിക്കോളാം. അങ്ങനെ VS അച്യുതാനന്ദനും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കകത്തും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിനകത്തും EK നയനാർ ഭൂരിപക്ഷം ഉണ്ടാക്കി. അങ്ങനെ നയനാർ മുഖ്യമന്ത്രിയായി, സുശീല ഗോപാലൻ ഔട്ട്. ഇത് തന്നെയാണ് അച്യുതാനന്ദനെ ഔട്ടാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അങ്ങനെയാണത്. കാരണം ഇവരെല്ലാം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട ആളുകൾ മുഖ്യമന്ത്രിമാരാക്കാനും വനിതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്ഥാനവും ഇല്ല. ഇപ്പം ആരാ ഉള്ളത്? ചിന്താചരവും ആരാണ്ട് വളക്കുല സഹോദരിയുണ്ട്. അതേപോലെ തന്നെ വേറെ ആരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ സുജാത തന്നെ സുധാകരനെ അനുനയിപ്പിക്കാൻ പോയി. സുജാതയുടെ ഗതി അവിടെ എന്തായിരിക്കും? പ്രതിഭാഹരുടെ ഗതി ഉണ്ടാവും പോണത്. വനിതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വാഴില്ല, വനിതകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല.
അപ്പൊ ഈ ജി സുധാകരനെ പറഞ്ഞല്ലോ, ഈ ജി സുധാകരന് എത്ര കാലം ആയുസ്സുണ്ടാകും എന്നുള്ള പേടിക്കേണ്ടതില്ലേ? ഈ എതിർത്ത് പറയുന്നവരെ ഇല്ലാതെയാക്കുന്ന ഒരു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്ന നേതാക്കന്മാരും സന്ധ്യ കഴിഞ്ഞ് 7 മണി കഴിഞ്ഞ് യാത്ര ചെയ്യാറില്ല. മിക്കവാറും നേതാക്കന്മാരെല്ലാവരും രാത്രി ഒരിക്കലും നടക്കാറില്ല. ഏതെങ്കിലും അജ്ഞാതമായ വാഹനം വന്ന് മുട്ടുമെന്ന് സംശയമുള്ളവരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിരിക്കുന്ന പലരും. എനിക്കറിയാവുന്ന ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന പലരും ചാനൽ ചർച്ചയിൽ മെല്ലെ മെല്ലെ വിട്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ചാനൽ ചർച്ചകൾ വന്നാൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് താല്പര്യമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും അവതരിപ്പിച്ചാൽ വീട്ടിലെത്താവുന്ന യാതൊരു ഉറപ്പുമില്ലാത്ത രീതിയിലുള്ള ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ സംഭവിക്കാം. ഏത് വാഹനം വേണമെങ്കിൽ, അജ്ഞാതമായ വാഹനം നമുക്ക് നിരീക്കാത്ത സമയത്ത് നമ്മളെ വന്ന് നമ്മുടെ പുറകിൽ വന്ന് ഇടിച്ച് നമ്മളെ കൊലപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊലപ്പെടുത്തുവാനുള്ള സാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ വ്യാപകമാണ്. ഇത് സ്റ്റാലിൻ്റെ തുടക്കമാണ്. സ്റ്റാലിൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്റ്റാലിൻ നിരവധി ആളുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഞാൻ കിസ്ലോ എന്ന അദ്ദേഹത്തിൻ്റെ പേരുന്ന ഓർമ്മ. അദ്ദേഹത്തിനോട് കോടതി ചോദിച്ചു, താങ്കൾ കിടക്കുന്ന മുറിക്കകത്ത് എത്ര പേരുണ്ടായിരുന്നു? മുറി ചെറിയ മുറിയാ. ആ മുറിക്കകത്ത് സാധാരണ രീതിയിൽ 16 പേരായിരുന്നു സാർ ചക്രവർത്തിമാരുടെ കാലത്ത് ജയിലിലുണ്ടായിരുന്നത്. ഈ 16 പേര് കിടന്ന മുറിക്കകത്ത് 116 പേരെയാണ് കിടത്തിയവര്. അപ്പോൾ ഉടനെ കോടതി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവരൊക്കെ എല്ലാവരും നിൽക്കുകയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് ഇദ്ദേഹം പറയുന്ന ഉത്തരം, ഞങ്ങൾ ഊഴം വെച്ച് കിടക്കുകയായിരുന്നു എന്നാണ്. എല്ലാവർക്കും ഒന്നിച്ച് കിടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു ചെറിയ മുറിക്കകത്ത് കൂട്ടമായിട്ട് ആളുകൾ അട്ടിയിടുന്നൊരു സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സോവിയറ്റ് റഷ്യത്തിന് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതേ ലൈനാണ്. അതുകൊണ്ട് എതിരായിട്ടുള്ളൊരു വാക്ക് പറയുന്ന ആളുകളെ അവിടെ ജയിലിലാണ് അടച്ചിരുന്നെങ്കിൽ ഇവിടെ വണ്ടി കയറ്റിക്കൊല്ലാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടിക്കില്ല എന്നുള്ളതാണ് അവരുടെ പാരമ്പര്യം. ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഈ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നാവാൻ സാധ്യമല്ല. ഇപ്പം നല്ലതെന്ന് പറയാവുന്ന ചില ആളുകൾ ഇപ്പോൾ ഇന്നി ബലറാമിന് പലരും നല്ലതാണെന്ന് പറയാറുണ്ട്. പി ഗോവിന്ദപിള്ള സാറിന് വളരെ മാന്യനാണെന്ന് പറയാറുണ്ട്. ചന്ദ്രശേഖരൻ നായർ മാന്യനാണെന്ന് പറയാറുണ്ട്. എന്താ കാരണം? ഇവരൊക്കെ ആത്മീയ ഗുരുവരാ. ഇവരൊക്കെ ആത്മീയ ഗുരു ആഗമാനന്ദ സ്വാമികളാണ്. രാമകൃഷ്ണ മഠത്തിലെ സ്വാമികളാണ്. രാമകൃഷ്ണ മഠത്തിലെ ആഗമാനന്ദ സ്വാമികളുടെ ശിഷ്യത്വം സ്വീകരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ആളുകൾ അവരൊക്കെ വ്യക്തിപരമായിട്ട് മാന്യന്മാരാണ്. അവരൊന്നും ആരെയും കൊല്ലില്ല. മറിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂച്ചയിൽ വളർന്നിട്ടുള്ള ഒരാളെ സംബന്ധിച്ചും വധയന്ത്രത്തിൻ്റെ ശക്തമായിട്ടുള്ള ഭാഗം തന്നെയാണെന്നുള്ളവരും എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും ഈ സത്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചറിയണം എന്നുള്ളൊരു വലിയ പ്രശ്നമില്ല. കാരണം ഇന്നും കേരളത്തിൽ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നത്. ഇന്നും ഒരുപാട് പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടരായി വരുന്നുണ്ട്. പക്ഷേ വന്നെത്തിയതിനു ശേഷമാണ് സത്യം തിരിച്ചറിയുന്നതും പിന്നെ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോവുകയാണ്. കാരണം സാറ് പറഞ്ഞതുപോലെ മരണത്തോടുള്ള ഒരു ഭയം അതെല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുമെന്ന് പേടിയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ പാർട്ടി മാറി വരുന്നവരോടും നമ്മൾ ചിലപ്പോൾ ഇന്റർവ്യൂവിന്റെ ഇടയിൽ പാർട്ടിയെ കുറിച്ച് പറയുമെന്ന് ചോദിച്ചാൽ പറയാൻ പേടിയാണ്, ഭയമാണ് അവർക്ക്. അവർ പാർട്ടിയെ അല്ല വരുന്നത്. പാർട്ടിയിലെ നേതാക്കന്മാരെ കേരളത്തിൽ 4 വർഷംകായിരുന്നു പാർട്ടിക്കകത്തുണ്ടായിരുന്നത്. ശങ്കരൻ നമ്പൂതിരിപ്പാട്, NC ശേഖർ, മൂന്നാമത്തെ ആളുടെ പേര് കെ ദാമോദരൻ, നാലാമത്തെ ആൾ പി കൃഷ്ണപിള്ള അജ്ഞാതമായിട്ട് സാഹചര്യത്തിൽ പാമ്പ് കടിയേറ്റ് മരിച്ചു. ദാമോദരനെ വേദാന്തി ദാമോദരൻ എന്ന് പറഞ്ഞിട്ട് സൈഡ് ലൈൻ ചെയ്തു. NC ശേഖർ 1967 അതിൽ നിന്ന് വിട്ടുപോയിട്ട് നക്സൽബാരി പ്രസ്ഥാനത്തിൽ ചേർന്നു. 1980കളിൽ അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം ഏതോ സ്ഥലത്ത് കിടന്ന് ഏതോ സാഹചര്യത്തിൽ മരിച്ചു. 4 പേർ സംഘത്തിൽ അവശേഷിച്ചത് ഏക വ്യക്തി, 2 പ്രാവശ്യം മുഖ്യമന്ത്രി, 3 പ്രാവശ്യം പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി, 2 പ്രാവശ്യം ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാക്ഷാൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് ഒഴിച്ച് എല്ലാവരും പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഈ ലോകത്തോട് യാത്ര പറഞ്ഞിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലഘട്ടത്തില് ഞാൻ കേട്ടിട്ടുണ്ട് EMSന്റെ അടുത്ത് പോയി സമരത്തിന് വരാൻ ആവശ്യപ്പെട്ട സമയത്ത് EMS വരില്ല എന്ന് പറഞ്ഞതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അങ്ങ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ആളുകളെ ചതച്ചരച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിയോ ആണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? അന്ന് മുഖ്യമന്ത്രിയല്ല, അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രസ്ഥാനം അല്ലെങ്കിൽ പാവങ്ങളുടെ പ്രസ്ഥാനമായിട്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറയുന്നത്. അങ്ങനെ ഒരാൾ വരില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് ആ ഒരു കാപട്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരുന്നതല്ലേ? അത് കാരണം കമ്മ്യൂണിസ്റ്റുകാർ 2 പ്രശ്നമുണ്ട്. അതിനകത്ത് ഒരു മുഴുവൻ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒന്ന് ഇപ്പോൾ ആ കാലത്ത് അടിയന്തരാവസ്ഥ കാലത്ത് സംഘവുമായിട്ട് ബന്ധപ്പെട്ടവർ കൂലി ജീവിതം നയിച്ചിരുന്ന വീടുകളിലാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ വീടുകളിൽ കയറിയിട്ട് ഒളിസേവ നടത്തിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് പലർക്കും പല വീടുകളിലും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് EMS തിരിച്ചറിയാം. EMS തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവരൊന്നും ഇവരേതെങ്കിലും വീട്ടിൽ താമസിപ്പിച്ചാൽ ആ ഒടുവിൽ താമസിക്കുന്ന വീടുകളിലൊക്കെ കുട്ടികളുണ്ടാവുന്നുള്ള ധാരണ അവരെ സംബന്ധിച്ചുണ്ട്. അത് തിരിച്ചറിഞ്ഞില്ല EMS. അതുകൊണ്ടാണ് യുവാക്കളെ ഞങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ള ആക്ഷേപം പറഞ്ഞുകൊണ്ട് സമരത്തിൽ നിന്ന് മെല്ലെ വിഡ്രോ ചെയ്തും അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ട് 1975 ആഗസ്റ്റ് മാസത്തിൽ അദ്ദേഹത്തെ കൽക്കട്ടയിൽ വെച്ച് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അത് വളരെ രഹസ്യമായിട്ട് അദ്ദേഹം വെച്ചു. 1977 അദ്ദേഹം ധരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ ഇന്ന് ഭരണത്തിൽ വന്നിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായാലും. അദ്ദേഹം മുഖ്യമന്ത്രി ആകാതിരുന്നതിൻ്റെ പേരിൽ ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന TK രാമകൃഷ്ണനെ പദവി ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പാർട്ടി സെക്രട്ടറിയായിട്ട് ചുമതലയെടുത്ത അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് EMSന് ഇത്തരം തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നല്ല നിശ്ചയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ടായിരുന്ന ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതുകൊണ്ടാണ് അദ്ദേഹം യുവാക്കളെ കിട്ടാനില്ല എന്ന് പറഞ്ഞതും ആളുകളെ എനിക്ക് തോന്നുന്നു പാർലമെന്റിൽ നടത്തിയ പ്രസംഗം പോലും കേരളത്തിൽ എത്തിച്ചത് സംഘമാണ്. തീർച്ചയായും സംഘത്തിന്റെ പത്രങ്ങളിലൂടെയാണ് കേരളത്തിൽ മലയാളികളടക്കം ആ പ്രസംഗം അറിഞ്ഞത്. അതുപോലും പറയാനോ അതിനെ പുറത്ത് കാണിക്കാനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തയ്യാറായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നിനും ചെയ്ത് തയ്യാറായിരുന്നില്ല. സുന്ദരയ്യ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് രാജിവെച്ച ആളാണ്. അദ്ദേഹം രാജിവെച്ചതിന് അന്നത്തെ പ്രതിപക്ഷ സമരത്തിന് അദ്ദേഹം എതിരായിരുന്നു. അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ കൂടെയായിരുന്നു. അന്ന് അദ്ദേഹം രാജിവെച്ചു പോയി. EMSന്റെ നിലപാടെന്തായിരുന്നു? EMS ആണ് നേരത്തെ പറഞ്ഞ പോലെ യുവാക്കളെ കിട്ടാനില്ല എന്ന് പറയുന്ന അദ്ദേഹത്തെ കാണാൻ ചെന്നുള്ള K രാമപിള്ള സാറിനോട് നിങ്ങളെ പോലീസ് അന്വേഷിക്കുകയാണ്, അവിടെ ഞാൻ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഇവിടെ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് പറഞ്ഞേ. അങ്ങനെയുള്ള ആളാണ് EMS. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനൊക്കെ ഉപരിയായിട്ട് നിൽക്കുന്ന ആളാണ്. അവർ ഇത്തരത്തിൽ സത്യസന്ധമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ജനകീയ വിഷയങ്ങളുമായിട്ട് ഇടപെട്ടുകൊണ്ട് അതിന് പരിഹരിക്കുന്ന സ്വഭാവമില്ല. പിടക്കാക്കി തനിക്കാക്കുന്നതിൻ്റെ സ്വഭാവം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ സ്ഥലത്തും സ്വീകരിച്ചിരിക്കുന്നത്. അതവർ കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അത് കേരളത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇപ്പം നമ്മൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നോക്കുമ്പോൾ പിണറായി വിജയന് ശേഷം ആരും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. കാരണം തനിക്കൊപ്പം വളരാൻ ഇതുവരെയും പിണറായി വിജയൻ ഒരാളെ സമ്മതിച്ചിട്ടില്ല. അങ്ങ് പറഞ്ഞതുപോലെ ചവിട്ടിത്താഴ്ത്തലുകളായിരിക്കാം, അല്ലെങ്കിൽ കാണാതായവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വളരാൻ ഏത് വിധേനയും സമ്മതിക്കാത്തൊരു സാഹചര്യം കേരളത്തിലുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാശം അതിന് കേരളത്തിൽ മാത്രമാണ് ബാക്കിയുള്ളത്. അതും വൈകാതെ സംഭവിക്കുമെന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അക്കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ നിന്ന് ഏകദേശം നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇന്നിപ്പോൾ അതിനകത്തുള്ളത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ മിക്കവാറും അവർ വിട്ടുകഴിഞ്ഞു. അല്പം ഹിന്ദുക്കൾ മാത്രമേ അതിനകത്ത് ബാക്കിയുള്ളത്. അവരോട് സത്യാവസ്ഥ തിരിച്ചറിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏകദേശം ബംഗാളിലെ പോലെ, ത്രിപുരയിലെ പോലെ, സോവിയറ്റ് റഷ്യയിലെ പോലെ, പോളണ്ടിലെ പോലെ, ഹംഗറിയിലെ പോലെ ലോകത്ത് നിന്ന് തന്നെ നാമാവശേഷമാകുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് പിണറായി വിജയൻ. അത് പിണറായി വിജയൻ വളരെ ഭംഗിയായിട്ട് സ്തുത്യർഹ്യമായിട്ടുള്ള രീതിയിൽ തൻ്റെ ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷ്യയിൽ ഗോർബച്ചേവിനെ പോലെ ആയിരിക്കും കേരളത്തിൽ പിണറായി വിജയൻ എന്നുള്ളതല്ലേ? ഗോർബച്ചേവിന് വ്യത്യാസമുണ്ട്. ഗോർബച്ചേവിന് കുറച്ചും കൂടിയൊക്കെ ബുദ്ധിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്ക് അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്തത്. പിണറായി വിജയനെ സംബന്ധിച്ച് അതില്ല. അത് നമ്മളാരും വിശ്വസിക്കുന്നില്ല. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള വരവ് തന്നെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായിരിക്കുന്ന തയ്യൽ തൊഴിലാളിയെ കൊന്ന കേസിൽ പ്രതിയായിക്കൊണ്ടാണ് പിണറായി വിജയൻ്റെ വരവ്. പിന്നെ പിണറായി വിജയൻ കൂടെ നിൽക്കുന്ന ഒരു മുഴുവൻ കുതികാലം ഇട്ടിട്ടുണ്ട്. സ്വന്തം രാഷ്ട്രീയ ഗുരുവായൂരിലെ രാഘവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള ആക്ഷേപം കേട്ടുള്ള ആളാണ് പിണറായി വിജയൻ. അപ്പം പിണറായി വിജയൻ്റെ പാരമ്പര്യം ഒന്ന് വേറെ, ഗോർബച്ചേവിൻ്റെ പാരമ്പര്യം അത് തികച്ചും ആശയപരമായിട്ടുള്ളതാണ്. അതിലാണ് അദ്ദേഹം തുറന്ന സമീപനം എന്ന നിലയിലേക്കുള്ള പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്ക പോലെയുള്ള പുതിയ തത്വസംഹിതകൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സോവിയറ്റ് റഷ്യയിൽ നിന്ന് പിരിച്ചുവിടുക എന്ന് പറയുന്ന ഒരു മാനുഷികമായിട്ട് ദൗത്യം അദ്ദേഹം നിർവഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്രയും ധൈര്യമൊന്നും പിണറായി വിജയനുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും ആശയങ്ങൾ ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചു.